ഉത്സാഹദിനത്തിൽ അപ്പം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സാധനങ്ങളെല്ലാം എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം, കാണിച്ചു തരാം. ഇത് 2 കിലോ അരി പൊടിച്ച് അരിപ്പൊടിയുണ്ട്, 2 കിലോ അരിയാണ്. ഇത് 5 തേങ്ങ ചിരവി അത് ഒതുക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഉഴുന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇത് വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നു. ഇത് ഉപ്പാണ്. ഇത് കുഴയ്ക്കാനുള്ള വെള്ളം. അപ്പം നമുക്കിനി അപ്പം ഉണ്ടാക്കാം അല്ലേ? ശരി, ഇത് അപ്പം ഉണ്ടാക്കി കുഴച്ച് ഇത് പരത്താനുള്ള വാഴയിലാണ്. അപ്പം നമുക്കിനി അപ്പം ഉണ്ടാക്കാം അല്ലേ? ആദ്യമേ നമുക്ക് തേങ്ങ ഇട്ട് നമുക്ക് തിരുമ്മിയെടുക്കാം, കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ഉഴുന്ന് പേസ്റ്റാണ്, ഇത് നമുക്കിട്ട് കുഴയ്ക്കാം. ഇത് വെളുത്തുള്ളി പേസ്റ്റാണ്, ഇത് കുഴയ്ക്കാം. ഇടയ്ക്കകത്ത് വെച്ച് വരുത്താനുള്ള ശ്രമത്തിലാണ്. കട്ടി കുറച്ച് പരത്തിയിട്ട് അതിന് കട്ടിയായിട്ടേ ഇല്ലെന്നേ. നമ്മുടെ അപ്പം പരത്തി, ഇതാണ് നമ്മുടെ പുളിയത്തപ്പത്തിൻ്റെ ഷേപ്പും ഭംഗിയും. ഇതാണ് നമ്മുടെ പുളിയത്തപ്പം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ച് എടുക്കുക. നമ്മുടെ അപ്പം പൊട്ടിയായി, നമുക്ക് പൊളിച്ച് നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ശരി, അപ്പം നമ്മുടെ അപ്പം നമുക്ക് വെന്തിട്ടുണ്ട്. നമുക്കത് പൊളിച്ചെടുത്ത് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇതാണ് നമ്മുടെ അപ്പം. നല്ല ചൂടാണ്. ഇതാണ് നമ്മുടെ അപ്പം. ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം.